ഹലോ മച്ചന്മാരെ, അവർക്ക് മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യമഹ എഫ്-സിയുടെ ഹെഡ്ലൈറ്റിൽ നമ്മൾ പ്രൊജക്ടർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ യമഹ എഫ്-സിയുടെ ഹെഡ്ലൈറ്റ് ഇതാണ്. അതിൽ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ, ഈ ഒരു പ്രൊജക്ടറും അതിൻ്റെ യൂണിറ്റുമാണ് നമ്മളിന്ന് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്ടർ ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൽ നിന്ന് ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെങ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ കയറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര ലൈറ്റ് ഒരു പ്രകാശം ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിൽ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കാണാൻ എന്തുമാത്രം അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ലുക്ക് ഉണ്ടെന്നും കൂടെ നമുക്കിന്ന് കണ്ട് മനസ്സിലാക്കാം. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമുക്ക് ആദ്യം തന്നെ അഴിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഈ ഒരു ഗാർണിഷ് നമുക്ക് അഴിക്കണം. അതിന് വേണ്ടിയിട്ടുണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് ഈ ഗാർണിഷ് അഴിച്ച് മാറ്റാം. സോ ഇനി ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്, അതുകൊണ്ട് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും. നമുക്ക് ഈ ഗ്ലാസും കാര്യങ്ങളും അഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാർണിഷ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് മാറേണ്ടതുണ്ട്. ഈ ഗ്ലാസ് അഴിച്ച് മാറ്റണം, എന്നാലേ നമുക്ക് ഈ പ്രൊജക്ടറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം അടുത്ത ഗ്ലാസ് നമുക്കൊന്ന് അഴിച്ച് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലീറ്റ് ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു സീലൻറ്റും കാര്യങ്ങളും മാറ്റിയിട്ട് നമുക്ക് ഗ്ലാസ് അഴിച്ച് മാറ്റാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഈ ഒരു ഹോട്ട് ബ്ലോ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്ലാസിൻ്റെ സീലൻറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഇത് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. കുറച്ച് ചൂടാകുമ്പോൾ ഈ സീലൻറ്റ് നോർമലി നമുക്ക് ഇളകി വരും. ഈ ഗ്ലാസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു ചൂട് മതി, നമ്മൾ മൊത്തം പെട്ടെന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഉരുവി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് നമുക്കിതുപോലെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചൂടാക്കി ആ ഒരു സീലൻറ്റ് റിമൂവ് ചെയ്യുക. ചൂട് കൂടിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് ഉരുവി പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ചൂട് പെട്ടെന്ന് പിടിക്കത്തില്ല. കുറച്ച് സമയം പിടിക്കും നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം നമുക്ക് ഇതുപോലെ ഇത് ചൂടാക്കേണ്ടി വരും. ഈ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സീലൻറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രമേ ഈ ഒരു സീലൻറ്റ് ഇളകി വരത്തുള്ളൂ. നമ്മളിപ്പോൾ അത്യാവശ്യം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലോക്കുണ്ട്, ലോക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇതുപോലെ തെന്നിയിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് പാടാണ് ഈ ഒരു ഗ്ലാസ് ഇളക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട് ഇത്. കുറച്ചായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ചെറുതായിട്ട് ഇളകി വരുന്നത് കാണാം.
അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഇളക്കാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. കുറച്ച് ചൂട് കൂടുതലാണ്ട് കൈ പിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കിയെടുക്കണം. ഗ്ലാസ് ഏകദേശം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഭാഗം കൂടെ ലോക്കൊന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഇളക്കി ഗ്ലാസ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ വയ്ക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലാണ് പ്രൊജക്ടർ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗം ബോട്ടത്തിൽ വരും, ഇത് ടോപ്പിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഇത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം എത്ര നമ്മുടെ ഇങ്ങോട്ട് വരണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇവിടെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. തൽക്കാലം അത് വേണ്ട, ഈ ഒരു യൂണിറ്റ് വേണ്ട, നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇത് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പ്രൊജക്ടറിൻ്റെ നമ്മുടെ ഈ സ്ക്രൂവും കാര്യങ്ങളൊന്നും അഴിച്ചിട്ട് നമുക്ക് എത്ര അളവാണെന്ന് നമുക്ക് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിക്കാം. സോ നമ്മൾ സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ആ ഒരു ഇതായിട്ട് വരുന്നത്, ബേസായിട്ട് വരുന്നത്. ഈ ലൈറ്റ് നമ്മുടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത്രയും യൂണിറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് അവിടെ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഈ ഒരു ലെങ്സ് നമുക്ക് ഈ ഒരു ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ഫിറ്റ് ചെയ്യണം. ബാക്കി പോർഷൻ മൊത്തം വെളിയിലാണ് വരുന്നത്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം വെളിയിൽ വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം. ഏതാണെന്ന് നമുക്ക് ആ ഒരു ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ബാക്കി പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം.
സോ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സീലൻറ്റ് നമുക്കിതിൽ ഒട്ടിക്കണം. ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കണം. കാരണം വെള്ളമൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സീലൻറ്റും കാര്യങ്ങളും ഒട്ടിച്ചൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് പിടിപ്പിക്കാം. Okay. സോ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ബാറ്ററിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളർ വയറാണ് നമ്മുടെ നെഗറ്റീവ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്കാണ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്മുടെ ബാറ്ററി നെഗറ്റീവിലോട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടുത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈ, ഡിമ്മ് ഈ ഒരു സപ്ലൈ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി പോസിറ്റീവിൽ ഇത് കൊടുക്കുമ്പോൾ ലൈറ്റ് എത്രത്തോളം വെട്ടമുണ്ടെന്ന് പ്രകാശമുണ്ടെന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രകാശം തന്നെ രാത്രി കിട്ടും. ഈ ഒരു പ്യുവർ വൈറ്റാണ്. അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി ഇത്രയും നല്ല പകലായിരുന്നിട്ട് പോലും അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്നുണ്ട് ലൈറ്റിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു സിംഗിൾ ഫിലമെൻറ്റ് ബൾബാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നമ്മുടെ ഇത് ബ്രൈറ്റും അതുപോലെ തന്നെ പോസും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഒരു വയറും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പോസ് വർക്ക് ചെയ്യുന്നതാണ്. ഷട്ടറാണ് വരുന്നത് ഇതിൽ. അപ്പോൾ ഇത് ഷട്ടർ ഓണാവുന്നതാണ് സൗണ്ട് കേൾക്കുന്നത്. ഓണായി. സോ മച്ചാമാരെ, നമ്മുടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്ടറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ യൂണിറ്റാണ്. നമ്മുടെ ബാക്ക് ഭാഗം എല്ലാം സീലൻ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അത് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീലൻറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലായിട്ട് ഫുള്ള് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യണം, നമ്മുടെ ബൈക്കിലൊന്ന് ഫിറ്റ് ചെയ്യണം. സോ നമുക്ക് അതും കൂടെ മാക്സിമം പറ്റുമെങ്കിൽ നോക്കാം. കാരണം ബൈക്ക് നമ്മുടെ കയ്യിലില്ല, ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. അപ്പോൾ സോ പുള്ളിക്കാരന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ നാളെ ഈ പുള്ളിക്കാരനെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇത് കൊടുക്കും. ഇപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണുക, എങ്ങനെയുണ്ടെന്നും കൂടെ കാണുക.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗട്ടറിലിറങ്ങിയാൽ പോലും ഷേക്കും കാര്യങ്ങളൊന്നും ഈ പ്രൊജക്റ്റിന് വരത്തില്ല. അതുപോലെ മാക്സിമം സീലൻറ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഫുള്ളായിട്ട് ഒട്ടിച്ച് ഈ സൈഡും കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലും അതുപോലെ നമ്മുടെ ഒരു ബൾബിൻ്റെ ഈ ഭാഗം ഒന്ന് കവറിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. കാരണം അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് ബൾബ് പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടാണ് ബൈക്കിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊജക്ടറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുകയാണ്. ഇതുപോലെ നമുക്ക് മാക്സിമം എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്ടറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെഡ്ലൈറ്റിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊജക്ടർ കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാഹനത്തിലും ഒന്നും സെറ്റ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്. Used to be so simple. Haven't got a clue as to why the world is filled with lies. But then again, we're sinful. Guess we keep the truth to ourselves.